ഈ ഒരു ചക്ക ഉണ്ടോ, വരിക്ക ചക്ക, വെറും 250 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. നമ്മുടെ പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസമുണ്ട്. 3 ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വരിക്ക ചക്ക വാങ്ങിച്ചിട്ട് പോകാം. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചക്ക ഷേക്ക്, ചക്ക ജ്യൂസ്, അങ്ങനെ പലതരം സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നാണ് കൂടുതലായിട്ടും ഇവർ ചക്കയാണെങ്കിൽ വാങ്ങിക്കുന്നത്. നല്ല മധുരമുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ചക്ക തന്നിട്ടുള്ളത്. കൈസ് ജുമാ കഴിഞ്ഞതിൻ്റെ ഒരു തിരക്ക് സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള, തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന മുസ്ലിങ്ങൾ ഉള്ള ജമാഅത്താണ് പൂന്തറ പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്ത്. ആ പൂന്തറ പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിന് മുന്നിലായിട്ടാണ് ഇതാ ഈ ഒരു ചെറിയൊരു പിക്കപ്പിലാണെങ്കിൽ ഒരു 10-100 ചക്ക, ഇപ്പം പകുതിയോളം സംഭവം പൂർത്തിയായിട്ടുണ്ട്, ഫിനിഷായിട്ടുണ്ട്. 1-2 ചക്ക ഒക്കെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഈ ഒരു വണ്ടിയിലാണെങ്കിൽ സംഭവം ചക്ക വിൽക്കാൻ വേണ്ടി ഒരു 2-3 ബ്രദേഴ്സ് വരാറുണ്ട്. ഇന്ന് ചക്ക വാങ്ങിക്കാൻ തന്നെ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചക്ക എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, കുഴപ്പമില്ല. വരിക്ക ചക്ക കൊള്ളാം. റേറ്റ് ഒക്കെ എങ്ങനെയാ? റേറ്റ് അല്ല, ന്യായമായ രീതിയിലുള്ള റേറ്റ്, ന്യായമായിട്ടുള്ള രീതിയിലുള്ള റേറ്റ് തന്നെയാണല്ലേ? ഒരു കിലോ 30 രൂപയാണ് അവർ വാങ്ങിക്കണത്. കിലോ 30 രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത്. ഇന്നത്തെ വില എത്രയെന്ന് അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും ചോദിക്കാം. ചക്ക വാങ്ങിക്കാണ്. എന്ത് ചക്ക വാങ്ങിക്കാൻ തന്നെ വന്നത്? എങ്ങനെയാ സംഭവം? കുഴപ്പമില്ലല്ലോ റേറ്റ്? ഓക്കെ, അതാ സംഭവം. ബ്രോ ആണെങ്കിൽ വെട്ടി ടേസ്റ്റ് ചെയ്ത് സംഭവം കാണിച്ചു കൊടുക്കും. ആ സംഭവം എങ്ങനെ ഉണ്ടെന്നുള്ള സംഭവം നോക്കിയതിന് ശേഷം വാങ്ങിച്ചാൽ മതി എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാൻഡ്. ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ മീരാനിക്കാരയിൽ കൊടുക്കുകയാണ്. ഓക്കെ, കഴിച്ചിട്ട് പറയാം, അഭിപ്രായം പറയും. കുഴപ്പമില്ലല്ലോ, അതൊക്കെ കൊള്ളാമോ? എങ്ങനെയാ? അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചക്ക വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 7 കിലോയുടെ വില ആവുന്നുണ്ട്. 7 കിലോ 200 രൂപയ്ക്ക് സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇറച്ചി വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരണം. അപ്പോൾ ബ്രോ, ഈ ചക്ക എവിടെ ഉള്ളതാണ് സംഭവം? കല്ലറ എന്ന സംഭവം കൊണ്ട് ഏകദേശം എത്ര ചക്കകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്? 60 ചക്കോളം കൊണ്ടുവന്നു. എല്ലാം വരയ്ക്ക് തന്നെയാണ്, കൂഴൊന്നുമില്ലല്ലോ. 25-30 രൂപ ആ റേറ്റിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമുക്കൊരു ചക്ക ഒരു 7 കിലോ അടുപ്പിച്ചിട്ടുള്ള ഒരു ചക്ക നല്ലത് നോക്കിയൊന്ന് എടുത്തോ. ചക്ക കഴിഞ്ഞ ആഴ്ചയും ബ്രോ ഇതുപോലെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു അടിപൊളി ഒരു ചക്ക എടുക്കുകയാണ്. എത്ര കിലോ വരുമെന്നാണ്? അത്യാവശ്യം അത് വെയിറ്റ് വരാൻ സാധ്യതയുണ്ട്. 9.5 കിലോ ഉണ്ട്. ഇതെങ്ങനെ സംഭവം? മധുരം ഉണ്ടാവും? അതിലുണ്ട്, ടേസ്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, ബ്രോ സംഭവം നിർബന്ധിപ്പിച്ച് നമ്മളെ ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിച്ചിട്ട് എടുക്കുന്നുള്ളൂ. ശാസ്ത്രീയമായിട്ട് തന്നെ നടുക്കുന്ന തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ബ്രോ പറയുന്നത്. ആ ഭാഗം കൊണ്ട് ഒരു പീസ് എടുത്തു. അടിപൊളി നല്ല മധുരമുണ്ട്. അതിനുണ്ട് മധുരമുണ്ടോ? കൊള്ളാം. ഏതൊക്കെ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചക്ക വാങ്ങിക്കാൻ കിട്ടും? ആഴ്ചയിൽ 3 ദിവസം കാണും. ആഴ്ചയിൽ 3 ദിവസം. ഏതൊക്കെ ദിവസം കാണും? തിങ്കളാഴ്ച ആണ്, ചിലപ്പോൾ വ്യാഴാഴ്ച ആണ്, വെള്ളിയാഴ്ച ആണ്, ഞായറാഴ്ച. ഈ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ടല്ലാതെ വേറെ എവിടെയെങ്കിലും സമയത്ത് വിൽക്കാറുണ്ടോ? ഇവിടെ മാത്രമേ. ഇല്ല, കൂടുതലായിട്ട് ഈ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. കൊല്ലത്തൊക്കെ പോയി എടുക്കാറുണ്ടോ ചക്ക? എല്ലാം ഇവിടുത്തെ ചക്കയാണ്. നമുക്ക് വരിക്ക മാത്രമേ സെയിലുള്ളൂ. ഓക്കെ, വേറെ നമുക്ക് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്രോ എങ്ങനെ കോൺടാക്ട് ചെയ്യണ്ട? നമ്പർ എല്ലാം കൊടുക്കുമോ? നമ്പർ ഒന്ന് പറയോ? 6282116940. ഓക്കെ, അപ്പോൾ ചക്ക കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുള്ളവരും അല്ലാത്ത സമയങ്ങളിലും ചക്ക അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ ബ്രോയെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് നല്ല അടിപൊളി ചക്കകൾ വാങ്ങിക്കാം. ഏകദേശം 60ഓളം ചക്കകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചക്ക വന്നിട്ട് ഇപ്പോൾ ഏകദേശം സെയിലായിട്ടുണ്ട്. ഇനി പകുതിയോളം ചക്കകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചക്ക വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 9.5 കിലോ അടുപ്പിച്ചിട്ടുള്ള ചക്കയാണ് നമുക്ക് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് റേറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ബ്രോ. നമുക്കിത് 250 രൂപയ്ക്കാണ് ഈ ഒരു ചക്കയാണെങ്കിൽ കിട്ടിയിട്ടുള്ളത്. വെട്ടുകയാണ്. ചക്ക എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശാസ്ത്രീയമായിട്ടുള്ള വെട്ടൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വെട്ടി കാണിച്ചു തരാം. ആഹാ, എങ്ങനെയുണ്ട് ചക്ക? എങ്ങനെയുണ്ട്? കൊള്ളാം എന്നാണ് മമ്മിയുടെ ആദ്യത്തെ അഭിപ്രായം. നല്ല അടിപൊളി വരിക്കച്ചക്ക.
യെസ്, ഇതാ നല്ല അടിപൊളി വരിക്ക ചക്ക സംഭവം. എന്താ നമ്മളൊരു പീസ് ഒന്ന് എടുത്തൊന്ന് കഴിക്കുകയാണ്. സൈഡിലുള്ള ഒരു പീസ് എടുക്കാം. നല്ല അടിപൊളി ഇതാ വരിക്ക ചക്ക. സൂപ്പർ സൂപ്പർ സൂപ്പർ. വീണ്ടും എടുത്ത് കഴിക്കുകയാണ്. ചക്ക എത്ര കഴിച്ചു കഴിഞ്ഞാലും സംഭവം അതിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് കുറയത്തില്ല. അടിപൊളി ടേസ്റ്റ്.